ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. ഇന്ന് നോക്കി ഒരു അടിപൊളി പൗച്ച്, അതും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പൗച്ചാണ്. ഹാർട്ട് പൗച്ചാണ്. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ ഈ പൗച്ച് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കണ്ടേ? എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമല്ലേ? അപ്പോൾ വേഗം വന്നോളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ ഇടുക. റെഡ് ഹാർട്ടും ക്രീം ഗ്രാനി സ്ക്വയറുമായിട്ട് വളരെ മനോഹരമായിരിക്കുന്നില്ലേ ഈ പൗച്ച്. അപ്പം ഇനി നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ പൗച്ച് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ആദ്യം ഒരു ഹാർട്ട് ചെയ്യണം. അതിന് ശേഷം നമ്മളതിൽ ഗ്രാനി സ്ക്വയർ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് കോട്ടൺ യാൺസാണ്. ഹാർട്ടിന് വേണ്ടി റെഡും പിന്നെ ബോർഡർ ചെയ്യാനായിട്ട് ഗ്രാനി സ്ക്വയറിന് വേണ്ടിയിട്ട് ക്രീമുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ യാൺസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. മിൽക്ക് കോട്ടൺ യാൺസും പിന്നെ അക്ലിക് മൾട്ടി കളർ യാൺസും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റിച്ച് മാർക്കറും സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യാൺസ് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ സ്റ്റിച്ച് മാർക്കർ ഉള്ളൂ. സ്റ്റിച്ച് മാർക്കർ സെപ്പറേറ്റ് സെയിൽ ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ ഇത് കോണ്ടാക്ട് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. വീഡിയോസിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് യാൺസ് വേണം, പിന്നെ ടേപ്പ് സ്ട്രീ നീഡിൽ വേണം, പിന്നെ സിസേഴ്സ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.5 mm ഹൂക്കാണ്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ എടുക്കാം. 3 3.5 mm ഇനി 4 mm ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഇതിന് സൈസിന് വ്യത്യാസം വരും, എല്ലാം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇതിലാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ മാജിക് റിങ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാജിക് റിങ് ഇടാം. മാജിക് റിങ് പല വിധത്തിലും ഇടാം. ഇപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായ ഒരു രീതിയാണ് ഈ കാണിച്ചത്. ഇനി നമുക്കിതിൽ 3 ചെയിൻ, ഒന്ന് ആദ്യം എടുത്തു, 2, 3, 3 ചെയിൻ ആയില്ലേ. ഇനി ഇതിൽ തന്നെ സെയിം ഇതിൽ നമുക്കൊരു 12 ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. അതായത് ഈ ആദ്യത്തെ 3 ചെയിൻ അടക്കം 13 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 3 ചെയിൻ, അത് കഴിഞ്ഞ് 1 ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ ചെയ്യണം. അങ്ങനെ നമുക്ക് 12 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 13. മനസ്സിലായില്ലേ? 12 എണ്ണം കൂടി 12 എണ്ണം ചെയ്തെടുക്കുക കേട്ടോ. 1 2 3 4. ഇനി അങ്ങനെ ഇവിടെ എത്തുമ്പോൾ 13 ആവും. ഇപ്പോൾ നമ്മളിത് ഇതിൽ ആദ്യം 3 ചെയിൻ ഇട്ടു. ഈ മാജിക് റിങ്ങിൽ ആദ്യം 3 ചെയിൻ ചെയ്തു, പിന്നെ 12 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ടോട്ടൽ 13 കേട്ടോ. എന്നിട്ട് ഈ 3 ചെയിൻ്റെ ആദ്യത്തെ ചെയിനിലേക്ക് നമ്മൾ മേലുള്ള ചെയിനിലേക്ക് നമ്മൾ ഇതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്തു. മനസ്സിലായില്ലേ? ഈ മാജിക് റിങ്ങിൻ്റെ ഈ ടൈലിൻ്റെ വലിച്ച് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇതിങ്ങനെ ചെയ്തല്ലോ, ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തില്ലേ. ഇനി നമ്മൾ ഇതിൽ 2 പ്രാവശ്യം ചുറ്റിയാണിതിൽ ചുറ്റിയെടുത്തു. ഇനി ഈ ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യുന്നത് കേട്ടോ. ട്രിപ്പിൾ ക്രോഷ്യ, ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു, കണ്ടില്ലേ. ഇനി ഇതിൽ 7 എണ്ണം കൂടി, അതായത് ടോട്ടൽ സെയിം സ്പേസിൽ ആദ്യം ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക, രണ്ടാമത് വരുന്ന സ്റ്റിച്ചിൽ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. സെയിം സ്പേസിൽ തന്നെ 8 എണ്ണം ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ സെയിം സ്പേസിൽ തന്നെ 8 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. മനസ്സിലായില്ലേ? ആദ്യം ഒരു എണ്ണത്തിൽ ആദ്യം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്തു,
8 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ നെക്സ്റ്റ് സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്പേസിൽ വരുന്നത് അടുത്ത ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഡബിൾ ക്രോഷ്യ ഇങ്ങനെ ടൈറ്റാക്കാണ്ട് ഒന്ന് കുറച്ചിങ്ങനെ വലിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിൽ മനസ്സിലായില്ലേ? ഡബിൾ ക്രോഷ്യ അല്ല, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. 2 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് അവിടെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. അതും അതെ ഒന്ന് കുറച്ചൊന്ന് വലിച്ചിട്ട്, ഭയങ്കരമായിട്ട് വലിക്കരുത്. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ. കണ്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഹാഫ് ചെയ്തെടുത്തു. ആദ്യം ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു, 8 ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെ അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്തതിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് 15 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടാവും. അണി നോക്കണമെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 എണ്ണമായി. അപ്പോൾ ഒരു ഹാഫിൽ നമുക്ക് 15 കിട്ടുന്നത്. ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈ സൈഡിൽ ചെയ്ത് തന്നെ നമ്മൾ മറ്റേലേക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി തൊട്ടടുത്തതിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്ന് ഭയങ്കര ടൈറ്റാക്കാണ്ട് കുറച്ചൊന്ന് വലിച്ചിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ. കണ്ടോ? ഇവിടെ ചെയ്ത സെയിം തന്നെ ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനായി 2 പ്രാവശ്യം ചുറ്റിയെടുക്കുക, എന്നിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇതിൽ തന്നെ സെയിം സ്പേസിൽ തന്നെ 8 എണ്ണം ഇവിടെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ ഇടുക. ഇപ്പോൾ ഇതാ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷ്യ ഇതിൽ ചെയ്തെടുത്തു. ഇനി ഒരു ചെയിൻ ഇവിടെ ബാക്കി ഉണ്ടാവും, അതവിടെ കിടക്കട്ടെ. നമ്മൾ അടുത്ത ഇതിലേക്ക് ആദ്യം ചെയ്തതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക കേട്ടോ. ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടില്ലേ, അതിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. ഇതിലേക്ക് ആദ്യം ഈ സ്റ്റിച്ചിലേക്കല്ല, ഫസ്റ്റ് നമ്മളിവിടെ ഈ റോ കഴിയുമ്പോൾ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തില്ലേ, അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടും. ഇപ്പോൾ നമ്മൾ ഹാർട്ടോടെ ചെയ്തെടുത്തു. ഇനി ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് ടേപ്പ് സ്റ്റിച്ചിലുണ്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തു. ഈ ത്രെഡിനെ വലിക്കണം. ടേപ്പ് സ്റ്റിച്ചിൽ അത് കോർത്തെടുത്തു. ഇനി നമുക്കിതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചെയ്താൽ മതി. ടേപ്പ് സ്റ്റിച്ചിലുണ്ടെങ്കിൽ ഇതിനൊക്കെ സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ ഹുക്ക് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിച്ചെടുക്കണമെങ്കിലൊക്കെ. കണ്ടോ? ഇത് കട്ട് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ഹാർട്ട് ചെയ്തെടുത്തു. ഇതിങ്ങനെ ഇവിടെ ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കീ ചെയിനിൽ അങ്ങനെയും ഉപയോഗിക്കാം. അല്ലെങ്കിൽ കീ ചെയിൻ ആ ഹോൾഡർ ഇതിൽ ആ ചെയിൻ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഉണ്ടോ? നല്ലൊരു ഹാർട്ടായില്ലേ. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് ഈ പോർഷൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കോർണറൊക്കെ
സെറ്റ് ചെയ്യാനുള്ള പോർഷനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് 16ാമത്തെ സ്റ്റിച്ചിൽ ഇത് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഒരു ഭാഗം. ഇതിൽ 16ാമത്തെ ഇതിൽ നമ്മൾ ഈ വൈറ്റ് ആഡ് ചെയ്യണം കേട്ടോ. 16ാമത്തെ സ്റ്റിച്ചിലാണ് വൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇതിനെങ്ങനെ വലിച്ചെടുക്കുക. ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചാൽ മതി. എന്നിട്ട് ഒരു ചെയിൻ ഇട്ടു, ഉണ്ടല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് 16ാമത്തേൽ ചെയ്യാം. എന്നിട്ട് ഈ സ്പേസിൽ തന്നെ, ഈ സെയിം സ്പേസിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കുക കേട്ടോ. ഒന്ന് ചെയ്തു, ഒന്നുകൂടി 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിൻ സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. അത് നല്ല ചെറുതല്ല, ഒന്നിങ്ങനെ ലൂസാക്കിയിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ? അടുത്തതിൽ ഇപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, അടുത്തതിൽ ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. നമ്മൾ ആദ്യം 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ കോർണർ ഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കണം. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി സെയിം സ്പേസിൽ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി കോർണർ ചെയ്യാന്നല്ലേ പറഞ്ഞത്, അപ്പോൾ 2 ചെയിൻ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ. മനസ്സിലായില്ലേ? ഇനി അടുത്തതിലല്ല സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ. മനസ്സിലായില്ലേ? ഈ 2 സ്റ്റിച്ചിലും സെയിം തന്നെ ചെയ്യുന്നത് കണ്ടോ. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ കോർണർ ഇവിടെ തിരിച്ചിട്ട് നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ അടുത്തതിൽ ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്ത സ്പേസിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. മനസ്സിലായില്ലേ? ഇത് തെറ്റരുത് കേട്ടോ. തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വയറൊന്നും കറക്റ്റായി വരില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് ചെയ്യാം. ഇനി അടുത്തതിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ, 1 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതിൽ നമ്മൾ കോർണർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. പിന്നെ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 2 ചെയിൻ, കോർണർ ചെയ്യല്ലേ. ഇനി നെക്സ്റ്റ് സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. മനസ്സിലായപ്പോൾ കണ്ട കോർണറായി വന്നത് കണ്ടില്ലേ. ഇനി അടുത്തതിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. തൊട്ടടുത്തതിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം.
ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത് ഈ സ്പേസിൽ ഒരു ചെയിൻ സ്പേസേ ഉള്ളൂ, അതിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണം കേട്ടോ. ഇതിൽ ഡബിൾ ക്രോഷേ ചെയ്യണം. ഇനി ഈ ആദ്യം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്തില്ലേ, ഈ ഹാർട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം കേട്ടോ. ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. നമ്മളൊരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്പേസിൽ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ നെക്സ്റ്റിൽ നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യണം. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ചെയ്യുക, എന്ന് വെച്ചാൽ വല്ലാതെ ലൂസാക്കരുത്. അടുത്തതിലും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ, ഇപ്പോൾ ഇതുവരയ്ക്ക് ഇതിൻ്റെ ഹാഫാണ് ചെയ്ത്, ഇനി ഇതേ സെയിം തന്നെ ഇപ്പുറത്തും നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ചെയ്ത അതേ സെയിം തന്നെ ചെയ്യുക. ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ഡബിൾ ക്രോഷേ ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ അവിടെ കോർണർ തിരിക്കുകയാണ് നമ്മൾ. ഇനി 2 ചെയിൻ ഇടുക, 1 2 ചെയിൻ ഇടുക. ഇനി തൊട്ടപ്പുറത്തുള്ള സ്പേസിൽ നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യണം. സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ. അപ്പോൾ അവിടെ കോർണർ ഫോമായി കണ്ടില്ലേ. അടുത്തതിൽ നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. മറ്റു സൈഡിൽ ചെയ്ത പോലെ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ 2 സിംഗിൾ ക്രോഷേ. ഇതിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. കണ്ടില്ലേ, കോർണറിൽ നമ്മൾ ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ സെയിം സ്പേസിൽ ചെയ്തു, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, പിന്നെ 2 സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം കേട്ടോ. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേയും ഒരു ഹാഫ് ഡബിൾ ക്രോഷേയും ഒരു ഹാഫ് ഡബിൾ ക്രോഷേയും ചെയ്യണം അവിടെ. മനസ്സിലായില്ലേ. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ. ഇനി കോർണർ ചെയ്യണം അവിടെ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം, പിന്നെ അതിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ കൂടി ചെയ്യാം. മനസ്സിലായില്ലേ. ഇനി നമ്മൾ 2 ചെയിൻ ഇട്ട് കോർണർ ആക്കല, 2 ചെയിൻ ഇട്ടു. തൊട്ടടുത്തതിൽ നമ്മൾ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യണം. ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്തു. ഇനി സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ അതൊരു കോർണറായി. അപ്പോൾ നമ്മളിതിൽ കോർണർ ചെയ്തെടുത്തു. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ, അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ. മനസ്സിലായില്ലേ. അപ്പോൾ ഉണ്ടത് സ്ക്വയറായി വന്നിട്ടുണ്ടല്ലേ. ഇനി നമ്മളിവിടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ആദ്യം 2 സിംഗിൾ ക്രോഷേ ഇട്ടില്ലേ, അതിൽ ഫസ്റ്റ് സിംഗിൾ ക്രോഷയുടെ മുകളിലേക്ക് നമുക്ക് അതിനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അതിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് റോ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് ആദ്യത്തെ
സ്ക്വയറിൻ്റെ റോ ചെയ്തു. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളിത് എന്താ അങ്ങനെ ഷേപ്പ് എന്ന് വിചാരിക്കേണ്ട. ബാക്കിയെല്ലാം ചെയ്തു വരുമ്പോൾ ഇത് കറക്റ്റ് ആവും കേട്ടോ. കാരണം ഇത് ഇങ്ങനെയുള്ളൊരു ആഡിയൻ ഷേപ്പിൽ നിന്ന് നമ്മൾ സ്ക്വയറാക്കി മാറ്റല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ടിൽ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും, കുഴപ്പമില്ല. പിന്നെ ബാക്കി റൗണ്ട്സ് ആവുമ്പോൾ കറക്റ്റായി വരും കേട്ടോ. ഇനി നമ്മളിതിൽ ഇവിടുന്ന് 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ ഇടുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ എല്ലാറ്റിലും ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. എല്ലാറ്റിലും ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടുന്ന് ഇതുവരെയൊക്കെ ചെയ്യാം നമുക്ക്. എന്നിട്ട് കോർണർ തിരിക്കുക. ഇത് ഇവിടെ എത്തിയപ്പോൾ ഇതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 2 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ. മനസ്സിലായില്ലേ? കണ്ടോ? ഇനി തൊട്ടടുത്തതിൽ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ അടുത്ത് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അങ്ങനെ എല്ലാത്തിലും ചെയ്യാം. അങ്ങനെ നമുക്ക് 4 സൈഡും ഒരുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 2 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ചെയ്യും. ഇവിടെ എല്ലാത്തിലും ഫുള്ള് ഇനിയെല്ലാം ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ ഈ റൗണ്ട് ഇതെല്ലാം ഈ റോ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഈ 3 ചെയിനിൻ്റെ മേലുള്ള ഇതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനെ ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വളഞ്ഞൊക്കെ നിൽക്കും, അതൊന്നും കുഴപ്പമില്ല. എല്ലാം ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഇനി വീണ്ടും നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുക. സെയിം പാറ്റേണിൽ തന്നെ 1 2 3, പിന്നെ അടുത്തതിൽ ഡബിൾ ക്രോഷ്യ ചെയ്യാം. കോർണർ എത്തുമ്പോൾ 2 ഡബിൾ ക്രോഷ്യ 2 ചെയിൻ 2 ഡബിൾ ക്രോഷ്യ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര റോ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ പൗച്ച് എത്ര വലുപ്പത്തിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വലുപ്പത്തിൽ ചെയ്തെടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സ്ക്വയർ ഇതും ഈ ഫസ്റ്റ് ഇതുണ്ടല്ലോ അത് ഇത്തിരി നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ. ഇല്ല വെച്ചിങ്ങനെ ഇത് എണ്ണമൊക്കെ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറും. അപ്പോൾ എണ്ണി നോക്കിയാൽ മതി കേട്ടോ. ഇവിടെയും ഒരുപോലെയല്ലേ 4 ഭാഗത്തും 2 സൈഡിലും ഒരേ എണ്ണം തന്നെയല്ലേ കിട്ടുന്നത് എന്നൊക്കെ നോക്കുക. എല്ലാ ഭാഗത്തും ഒരേ ഇതില്ലേ. ഇവിടെ നോക്കുക 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇവിടെ അത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 കിട്ടിയില്ലേ. ഇനി ഇവിടെ അങ്ങനെ വരും. ഇത് ഈ ഭാഗത്തും 15 തന്നെ വരും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സെയിം തന്നെ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഞാൻ അതിങ്ങനെ എണ്ണി കാണിക്കുന്നത് നിങ്ങൾക്ക് തെറ്റരുത്. അവിടെ കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഷേപ്പ് നിൽക്കുമ്പോഴേ നമുക്ക് വിചാരിക്കും കുറഞ്ഞു പോയിണ്ടാവുമെന്ന്. കുറഞ്ഞിട്ടില്ല, കറക്റ്റ് തന്നെയാണ്. ഇപ്പം എല്ലാ ഭാഗത്തും 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ല വെച്ചെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റിയെന്നാണ് അർത്ഥം. അപ്പോൾ എവിടെയെങ്കിലും തെറ്റിയുണ്ടാവും. അപ്പോൾ അഴിച്ചിട്ട് വീണ്ടും ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതിൽ 3 റോയെ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, വൈറ്റ് 1 2 3 റോയെ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാനിത് 3.5 mm ഹുക്കിലല്ലേ ചെയ്തിരിക്കണം. അപ്പോൾ അത്യാവശ്യം ഈ സ്റ്റിച്ചസും അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് ചെറിയൊരു പൗച്ചിന് പാകം. ഇനിയും ഇവിടെ ഒരു 3 റോയും കൂടി മുകളിലേക്ക് വരും. അപ്പോൾ അത്യാവശ്യം വലിയൊരു പൗച്ച് തന്നെയായി മാറും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ചെയ്യുന്നില്ല. നിങ്ങൾ ചെറിയ ഹുക്ക് സൈസിലാണ് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ ഒരു റോയും കൂടിയൊക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ 3 റോ ചെയ്തിട്ട് നിർത്തുകയാണ് കേട്ടോ. നമ്മളിതിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്തു. ഇനി ത്രെഡ് ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യാം. ഇതിനിങ്ങോട്ട് വലിക്കുക. എന്നിട്ട് ഇതൊന്നും കണ്ട് തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിലേക്ക് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്കിതിനെ വലിച്ചെടുക്കാം. ഈ തൊട്ട ബാക്കിൽ ഒന്ന് തിരിച്ച് പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് വലിച്ചെടുക്കുക.
ഇപ്പോൾ കണ്ടവിടെ അത് കറക്റ്റായി വന്നു. ഇനി ഇതിനെ ഉള്ളിലേക്ക് വലിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ നൂലിനോട് കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അതിനോട് ഹൈഡ് ചെയ്തു. ഈ ത്രെഡൊക്കെ നമുക്കിവിടെ കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ നിൽക്കണ ആദ്യത്തെ ത്രെഡും ഒക്കെ കട്ട് ചെയ്തു. ഇനി ഇതിനെ രണ്ടിനും കൂടി ജോയിൻ ചെയ്യാം. ഈ ബാക്ക് വശവും ഇതിൻ്റെ ബാക്ക് വശവും കൂടി വെക്കുക. ആദ്യം ഇപ്പോൾ ഈ വശമാണ് നമുക്ക് ഓപ്പണിങ് വേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ടു. ഈ ഭാഗത്തും ഒരു സ്റ്റിച്ച് മാർക്കർ കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് ഇങ്ങോട്ട് ഇതുവരയ്ക്ക് വരികയാണ് ചെയ്യുന്നത്. 3 ഭാഗം സിംഗിൾ ക്രോഷേ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ജോയിൻ ചെയ്യണ്ടേ, അതിനായിട്ട് ഈ കോർണറിൽ രണ്ടിൻ്റെയും കോർണറിൽ കൂടെ ഈ ത്രെഡിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാൽ ഇതിവിടെ ജോയിനായി. സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അതിനൊന്ന് ടൈറ്റ് ആക്കുക. അതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. ഈ കോർണറിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്താൽ മതി. ഈ ത്രെഡിനൊന്ന് വലിച്ച് ടൈറ്റ് ആക്കാം. എന്നിട്ട് ഇതിനെ ഒപ്പം കൊണ്ടുപോയിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഈ 2 സ്ക്വയറിൻ്റെയും ഒരേ ഭാഗത്തുള്ള കണ്ടോ, ഈ 2 ചെയിനിൽ കൂടി നമുക്ക് വലിച്ച് സിംഗിൾ ക്രോഷേ ചെയ്യാം. രണ്ടിനെയും കൂടി ഒരുമിച്ച് ചെയ്യണം കേട്ടോ. കണ്ടോ, ഈ 2 സ്ക്വയറിൻ്റെയും ആദ്യത്തെ ഈ ചെയിൻ സ്റ്റിച്ച് ഇതിൻ്റെയും ഈ ഭാഗത്തുള്ള ചെയിൻ സ്റ്റിച്ചിൽ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്ത് പോയാൽ മതി. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് പ്രത്യേകം പറയുന്നത്. അല്ലാത്തവർക്ക് നന്നായിട്ട് അറിയുണ്ടാവും ഇത് എടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ഈ ഒരു 2 ലൂപ്പിൽ കൂടി എടുക്കുക. അടിയിലത്തെ 2 ലൂപ്പിൽ കൂടിയും എടുക്കുക കേട്ടോ. കണ്ടല്ലേ, എന്നിട്ട് ഒരുമിച്ച് എടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക. അത്രയും പണിയുള്ളൂ. അങ്ങനെ ഇതുവരെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് കോർണറിലെത്തി. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ ഇവിടെ നിന്ന് എടുക്കാം. ഇനി ഈ കോർണറിൽ 3 സിംഗിൾ ക്രോഷേ ചെയ്യട്ടോ. 1 2 3 4 വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതിലും കൂടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കോർണർ ഇങ്ങനെ വന്നു. 4 ചെയ്താൽ ഒന്നും കൂടി പോയിൻ്റായിട്ട് നിൽക്കും. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത് ഒന്നും കൂടി കറക്റ്റ് ഒരു 7 നമ്മൾ എഴുതുന്നുണ്ട്, അതേപോലെ അത്രയും കോർണറായിട്ട് നിൽക്കും. അപ്പോൾ അതെങ്ങനെ വേണ്ടെങ്കിൽ ചെയ്യാം. 4 ഇട്ടാലും കുഴപ്പമില്ല എന്ന്. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. എല്ലാ കോർണറിലെത്തുമ്പോഴും അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. വീണ്ടും എല്ലാറ്റിലും നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് പോവാം. 2 പോർഷനും കൂടി ഒരുമിച്ചെടുത്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക കേട്ടോ. അതിനുശേഷം കോർണറിലെത്തുമ്പോൾ 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇതിപ്പോൾ ഈ 3 സൈഡും ചെയ്തെടുത്തു, ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ ഈ കോർണറിലെത്തിയപ്പോൾ ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഇട്ടിട്ടല്ലേ തുടങ്ങിയത്. അപ്പോൾ സെയിം തന്നെ ഇവിടെയും ഒരു സിംഗിൾ ക്രോഷേ ഇട്ടിട്ട് നമ്മളതിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഇത് ഇങ്ങനെയല്ലേ വന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വന്ന് ഇനി നമുക്ക് ഇത് കുറച്ചൊരു നീളം കൂടിയും വേണം. പിന്നെ ഒരു സ്ട്രിങ് വെച്ചിട്ട് വലിച്ചു കെട്ടാൻ പാകത്തിനുള്ള അതാണ് ഡ്രോ സ്ട്രിങ് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 3 റോ കൂടി മുകളിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ 3 റോ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ മുകളിൽ ചെയ്യണമെന്ന് തോന്നില്ലേ. അപ്പോൾ അതിനായിട്ട് ഇതിവിടെ ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് അവസാനിപ്പിച്ചു. ഇനി ഇതിൽ 3 ചെയിൻ 1 2 3 ചെയിൻ ഇട്ടു. ഇനി ഈ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ. ഞാൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ 2 എണ്ണം ഇടുമ്പോഴേ ഇവിടേക്ക് കുറച്ചിങ്ങനെ വൈഡായി വരും. അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാറ്റിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്ത് പോവാം.
ഇതിലെല്ലാം ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇവിടെ ഈ സ്പേസിൽ ഒന്നേ ഞാൻ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം ഇടാം. രണ്ടെണ്ണം ഇടുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അത് വേണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഓരോന്നിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഈ സ്പേസിലൊന്ന് ചെയ്തു. ഇനി ഇത് ഈ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒന്ന് ചെയ്യാം. അവിടെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്തു. ഇനി ഈ ഗ്യാപ്പിലും ഒരെണ്ണം ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ആദ്യം ഒന്ന് ചെയ്തു. ഇവിടെ 3 ചെയിൻ ഇട്ടത്, ഈ സിംഗിൾ ക്രോഷ്യ വന്നതിൻ്റെ മുകളിൽ 3 ചെയിൻ ഇട്ടു. പിന്നെ ഈ ചെയിൻ ഗ്യാപ്പിൽ ഒരെണ്ണം ചെയ്തു. പിന്നെ എല്ലാറ്റിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെയും ഒരു എണ്ണം ചെയ്തു. ഈ സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഗ്യാപ്പിൽ ഒരെണ്ണം ചെയ്തു. ഇനി ഇവിടെയും ഫുള്ള് ചെയ്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഇതപ്പോൾ ഇവിടെ വന്നു. ഇനി ഇതിലേക്ക് ഈ 3 ചെയിൻ സ്പേസിലേക്ക് നമുക്കിതിനെ ജോയിൻ ചെയ്യാം കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുക. ഇനി വീണ്ടും അടുത്ത റോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഉണ്ടോ? ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡ്രോ സ്ട്രിങ്ങിനുള്ള റോയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 1 ഒരു ചെയിൻ ഇട്ടു, 2 3 ചെയിൻ ഇട്ടു, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 1-ന് പകരം ഇവിടെ 3 പകരം 4 ഇട്ടു. ഇവിടെ മാത്രമായിട്ട് അങ്ങനെ വരേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കണം. പിന്നെ ഒരു ചെയിൻ ഇടുക, ഒന്ന് സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇവിടെ 4 ചെയിൻ ഇട്ട് എന്താ വെച്ചാൽ 3 ചെയിൻ കഴിഞ്ഞിട്ട്, അതായത് 3 ചെയിനാണല്ലോ ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ, ഇവിടെയൊക്കെ ഓരോ ചെയിൻ ഇടുന്നുണ്ടല്ലോ, അതിനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ 4 ഇട്ടത്. ഇനി ഒരു ചെയിൻ അടുത്ത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഇത് മുഴുവൻ, ഈ റൗണ്ട് മുഴുവൻ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് സ്കിപ്പ് ചെയ്യുക, ഒരു ചെയിൻ ഇടുക, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ അവിടുന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക്. ഇപ്പോൾ ഇതാ ഇവിടം വരെ എത്തി. ഞാനൊരു ചെയിൻ ഇടുക, ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിരിക്കണം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ 1 2 3-ാമത്തേലേക്ക്, ഇതിലിവിടെ 4 നമ്മൾ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത്, 4-ാമത്തേലേക്കല്ല, 1 2 3-ാമത്തേൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരു ചെയിൻ, അടുത്ത ഡബിൾ ക്രോഷ്യ അങ്ങനെയായിട്ട് വന്നത് കണ്ടില്ലേ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എന്ത് ഡൗട്ട് ആണെങ്കിലും ക്ലിയർ ചെയ്ത് തരും കേട്ടോ. പിന്നെ വേറെ എന്ത് വർക്ക് നിങ്ങൾക്ക് ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ഡബിൾ ക്രോഷ്യ, എല്ലാറ്റിലും ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിനായിട്ട് വീണ്ടും 3 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഓരോന്നിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യണം കേട്ടോ. ഈ ചെയിൻ ഗ്യാപ്പിൽ ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ഈ ഡബിൾ ക്രോഷ്യയുടെ മുകളിലൊന്ന് ചെയ്യുക. വീണ്ടും അടുത്ത ഇതിൽ ചെയ്യുക, ചെയിൻ ഗ്യാപ്പിൽ. പിന്നെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ. അങ്ങനെ നമുക്ക് ഈ റോ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ 4th റോയും സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇത് സ്ക്വയർ കഴിഞ്ഞിട്ട് 1 2 3 4-ാമത്തെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ത്രെഡ് അവസാനിച്ചു. അപ്പം ഞാൻ ഇതിൽ വേറെ ത്രെഡ് ആഡ് ചെയ്യാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നമ്മൾ വേറൊരു ഇതിന് പുതിയൊരു ത്രെഡ് നമ്മളിതിൽ ടൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴേ ഒട്ടും അഴിഞ്ഞു പോരില്ല എന്തെന്നെ ചെയ്താലും. അപ്പോൾ ഈ പുതിയയാണ് എടുത്ത് കൈ പിടിക്കുക. ഈ വർക്ക് ചെയ്തിരുന്ന ഈ വർക്കിംഗ് ആണുണ്ടല്ലോ, അതായത് ഇത് ഇത്ര കുറച്ച് നീളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെ ഇതിങ്ങനെ പിടിച്ച് ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വർക്കിംഗ് ആണിനെ ഇത് ഇങ്ങനെ വയ്ക്കുക. മനസ്സിലായോ? അതായത് ഇത് വർക്കിംഗ് ആണ്, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്ലസ് പോലെ ഇങ്ങനെ വയ്ക്കുക. ഇതാണ് പുതിയ യാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ രണ്ടും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് നമ്മുടെ ഈ വിരലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ചുറ്റി ഇങ്ങോട്ട് ബാക്കിലേക്ക് വയ്ക്കാം. അപ്പം ഇതിവിടെ ഈ പ്ലസ് ഇട്ട് ആദ്യം വെച്ച് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും.
മനസ്സിലായില്ലേ? ഇത് രണ്ടും ഇങ്ങനെയല്ലേ ഇരിക്കണേ. ഇനി ഇതിനെ, ഈ ആണിനെ, അതായത് ഇതാണ് നമ്മുടെ വർക്കിംഗ് ആണ്, ഈ വർക്കിംഗ് ആണിനെ നമ്മുടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണം. കണ്ടോ? ഇങ്ങനെ വരണം. ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈ ആണിൻ്റെ അറ്റവും ഈ ആണിൻ്റെ അറ്റവും ഇതും കൂടി ഒരുമിച്ച്, അതായത് ഇത് വർക്കിംഗ് ആണ്, ഇതും വർക്കിംഗ് ആണ്, ഇത് മുന്നേ ആഡ് ചെയ്യുന്നതാണ്. ഇതിനെ മൂന്നിനും കൂടി ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ആണ്ടല്ലോ, ഇത് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്, ഇതിന് ഒറ്റ വലി കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് വലിക്കണം കേട്ടോ. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇനി വിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ടൈറ്റായി. ഇത് എന്തെന്നെ ചെയ്താലും അഴിഞ്ഞു പോരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അങ്ങനെ വലിക്കുന്നത് പെട്ടെന്നൊരു വലി കൊടുക്കണം. ഇതിനിവിടെ ടൈറ്റാക്കി പിടിക്കും വേണം. ടൈറ്റാക്കി പിടിച്ചിട്ട് പെട്ടെന്നൊരു വലി വലിക്കുമ്പോൾ അത് ടൈറ്റാവും. അല്ലെങ്കിൽ ലൂസായി പോരും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് എടുത്തിട്ട് കറക്റ്റ് മനസ്സിലായില്ലേ ഇപ്പോൾ പറഞ്ഞാൽ, അതേപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇത് എന്തെന്നെ ചെയ്താലും നമുക്ക് ഇത് അഴിഞ്ഞു പോരില്ല. അപ്പോൾ നമുക്ക് എത്ര അറ്റത്ത് വേണമെങ്കിൽ ഇത് വെട്ടിക്കളയാം. മനസ്സിലായോ? ഇല്ലേ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു കെട്ട് കെട്ടും, 2 കെട്ട് കെട്ടും, 3 കെട്ട് കെട്ടും, ഇത് അഴിഞ്ഞു പോവുമോ, ഇനി വെട്ടിക്കളഞ്ഞാൽ ഇത് അഴിയും ചെയ്യും, അങ്ങനെയുണ്ട്. പക്ഷെ ഇത് എന്തെന്നെ ചെയ്താലും ഈ ഇത് ഇവിടുന്ന് അഴിഞ്ഞു പോവില്ല. ഇനി ഞാൻ ഈ റൗണ്ട് ഒന്നും കൂടിയും ഇത് ഫുള്ള് ചെയ്തെടുക്കാം കേട്ടോ. ഇതപ്പോൾ ഈ 4ാമത്തെ റോയും ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്ത് ഇത് കഴിഞ്ഞു. ഇനി ത്രെഡ് ഇവിടെ കട്ട് ചെയ്യണം ഞാൻ കേട്ടോ. ഇനി നമുക്ക് ഡ്രോ സ്ട്രിങ് ഇടണം. അതും പോരാതെ ഇവിടെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ റെഡ് കൊണ്ട് തന്നെ കൊടുക്കാം. ഇതിനെ അങ്ങോട്ട് തിരിച്ചു പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ, പിന്നെ എപ്പോഴും ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഇടയിൽ പറയുന്നതൊക്കെ വിട്ടുപോകും. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഹാർട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇത് മിൽക്കോട്ട യാൻസിൽ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അത് ഞാനിത് സെയിൽ ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണെങ്കിലും വാങ്ങിയിട്ട് ഇതിൽ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ബിഗിനേഴ്സിനൊക്കെ ഇതിൽ ചെയ്യുമ്പോഴേ വളരെ പെർഫെക്ഷൻ കിട്ടും. മനസ്സിലായി? മറ്റുള്ള യാൺസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയും വലിഞ്ഞൊക്കെ നിൽക്കും. അത് ഉണ്ട്. ഈ മിൽക്കോട്ട യാൺസിൽ കണ്ടോ ചെയ്യുമ്പോൾ എന്തൊരു നീറ്റായിട്ടാണ് വരുന്നതെന്നറിയോ നമ്മുടെ വർക്കൊക്കെ. രണ്ടൊപ്പം ഇങ്ങനെ ഹാർട്ടായി. ഇനി ഇവിടെ ഒരു റെഡ് ഒരു അരികിലിങ്ങനെ ഒരു ഫ്രില്ല് പോലെ കൊടുക്കാമെന്ന് വിചാരിക്കണം. അതിനായിട്ട് ഈ റെഡ് നമുക്ക് എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇതാണ് ഇങ്ങനെ വെച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അറ്റാച്ച് ചെയ്യാറുള്ളത് കേട്ടോ. ഒരെണ്ണം ചെയ്തില്ലേ, ഒരു ചെയിൻ ഇട്ടു. ഇനി സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ടല്ലോ, ഇനി 2 ചെയിൻ. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി കൊടുക്കുക. മനസ്സിലായില്ലേ? ഇനി അടുത്ത ഇത് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 ചെയിൻ, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ അടുത്ത സ്കിപ്പ് ചെയ്യുക. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും സെയിം സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ ഇതിങ്ങനെ ഓരോ ഡിസൈനായിട്ട് വരും ഇവിടെ. അങ്ങനെ ഇത് ഫുള്ളങ്ങനെ ചെയ്തെടുക്കും. അപ്പോൾ അത് ഫുള്ളങ്ങനെ ചെയ്തെടുത്തു. ഇനി ഈ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടുണ്ടല്ലോ, സ്ലിപ്പ് സ്റ്റിച്ച്, അതിലേക്ക് നമുക്കിതിനെ ജോയിൻ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ ത്രെഡ് ഇവിടെ കട്ട് ചെയ്യാം. ഡ്രോ സ്ട്രിങ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഇത്രയും നീളം കിട്ടാൻ വേണ്ടിയിട്ട് ആ നീളത്തിലുള്ള ഒരു ചെയിൻ ഇടുക കേട്ടോ. നമുക്ക് ചെയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ 2 സ്ട്രിങ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊരു 110 ചെയിനാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ അതായത് ഇത് 2 ഭാഗത്തേക്കും വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി 2 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ട്രിങ് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞില്ലേ, ആ സ്ട്രിങ്ങിൽ ഒരു സൈഡിൽ നമുക്ക് 2 സ്ട്രിങ്ങിൻ്റെയും ഓരോ ഭാഗത്ത് ഓരോ ഹാർട്ട് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഹാർട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ മാജിക് സർക്കിൾ ഇടുക. ഇതിൽ 3 ചെയിൻ 1 2 3 ചെയിൻ ഇടുക. എന്നിട്ട് ഈ സെയിം സ്പേസിൽ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ കൊടുക്കുക. ഞാൻ ഇതിൻ്റെയൊക്കെ 2 തരത്തിൽ ഹാർട്ട് ചെയ്യുന്നത് ഞാൻ കുറച്ച് മുന്നത്തെ വീഡിയോയിൽ ട്യൂട്ടോറിയൽ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെ അത് കയറി കണ്ടോളൂ. ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്തതാണ് 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ 3 ചെയിൻ അടക്കം 3 ട്രിപ്പിൾ ക്രോഷ്യ, അങ്ങനെ 4 ആയി കേട്ടോ. അപ്പോൾ 1 2 3 ഇനി 4 4 ഇത് 3 ചെയിൻ പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ. അത് കഴിഞ്ഞാൽ 4 ഡബിൾ ക്രോഷ്യ ഈ മാജിക് റിങ്ങിൽ ചെയ്യാം. പിന്നെ ഹാർട്ടിൻ്റെ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഹാർട്ടില്ലേ, അമിഗ്രുമി ഹാർട്ട്, അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ മുന്നത്തെ ട്യൂട്ടോറിയൽ നോക്കിയാൽ മതി, പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഒരെണ്ണം 4 ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 3 ചെയിൻ 3 ട്രിപ്പിൾ ക്രോഷ്യ 4 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഒരു സൈഡിലേട്ടോ. ഇനി 2 ചെയിൻ. ഈ 2 ചെയിനാണ് ഈ ഹാർട്ടിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് വരുന്നത്. ആ ഒരു നല്ല ഈ അറ്റം ഇങ്ങനെ നല്ല കുനിപ്പായി നിൽക്കില്ലേ ഹാർട്ടിന്, അത്. ഇനി ഇവിടെ ഇതിൽ തന്നെ വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതിലിപ്പോൾ ഇവിടെ 4 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് 2 ചെയിൻ ഇട്ടു. അപ്പോൾ ഇവിടെ ഹാർട്ടിൻ്റെ ഇവിടെ ഈ ആദ്യം പോയിൻ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ. ടു 3 ട്രിപ്പിൾ ക്രോഷ്യാണ്. ഇപ്പോൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിൻ 1 2 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടിട്ട് ഈ മാജിക് സർക്കിളിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. മനസ്സിലായില്ലേ? പിന്നെ ഈ മാജിക് സർക്കിളിൻ്റെ ടെയിലെൻഡ് നമുക്ക് വലിച്ച് ടൈറ്റാക്കുക. ഇതിനെ കുറച്ച് നീളത്തിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കാരണം മറ്റേ സ്ട്രിങ് ഇതിൽ ആഡ് ചെയ്യാനുള്ളതല്ലേ. ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് ത്രെഡ് ഇങ്ങനെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വലിക്കാം. അപ്പോൾ അതവിടെ അഴിഞ്ഞു പോവില്ല, അതവിടെ ടൈറ്റ് ആവും. കണ്ടോ? ഇനി ഈ ഹോളിനെ നമുക്ക് ഇത് വലിച്ച് ടൈറ്റാക്കിയാൽ മതി. അപ്പോൾ കണ്ടോ, ഹാർട്ടായി കിട്ടി. ഇപ്പോൾ 2 ഭാഗത്തേക്കും 2 ഹാർട്ടായി. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഈ സ്ട്രിങ് നമുക്ക് ഇതിൽ കൊടുക്കണ്ടേ, കൊടുത്തതിന് ശേഷം അത് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ടേപ്പ് സ്റ്റിച്ചിൽ കോർത്തെടുക്കാം. അല്ലെങ്കിൽ ക്രോഷ്യ ഹുക്ക് കൊണ്ട് ചെയ്താലും മതി. ടേപ്പ് സ്റ്റിച്ചിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇതിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കോർത്തെടുത്തു കേട്ടോ. ഇനി ഇതുപോലെ മറ്റേ സ്ട്രിങ് ഇവിടുന്ന് ഇങ്ങോട്ടും ഇട്ട് കൊടുക്കണം. ടേപ്പ് സ്ട്രിങ്ങിൽ ഇത് കോർത്തിട്ട്
ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഈ നീഡിൽ നിന്ന് അത് ഇങ്ങനെ പോരില്ല. അല്ലെങ്കിൽ നമ്മളിത് കോർത്തെടുക്കുമ്പോഴേക്കും ത്രെഡ് ഒന്ന് ഊരിപ്പോരും. ഇനി ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ലേ, ഇനി ഇതിന് ഇവിടുന്ന് ഇങ്ങനെയാണ് പോകേണ്ടത് കേട്ടോ. ഈ രണ്ട് വശവും ഇങ്ങോട്ടായിട്ടാണ് വരേണ്ടത്. ഉണ്ട് ഇതിൻ്റെ ഈ രണ്ട് വശം ഇങ്ങോട്ടായിട്ട് വരണം. മറ്റേത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് വരേണ്ടത് നമുക്ക്. അപ്പോൾ ഇനി അതിനായിട്ട് ഇതിനങ്ങോട്ടല്ലേ വരണ്ടേ. അപ്പോൾ ഇവിടുന്ന് ഇട്ടിട്ട് കോർത്തെടുക്കാം. അതായത് ഇതിവിടെ ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കോർത്തെടുക്കാം കേട്ടോ. ഇതിനെയും ഇങ്ങോട്ട് ഇപ്പോൾ ഇതുണ്ട്, ഇത് രണ്ടും രണ്ട് സൈഡിലായി ഇതിനിങ്ങോട്ടും എടുത്തു. പിന്നെ ഇപ്പോൾ ഇതിനോട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിനി ഇതിനോട് കൂട്ടിക്കെട്ടാം. ഉണ്ടോ, ഇതിനതിൽ കൂട്ടിക്കെട്ടണം കേട്ടോ. അപ്പോൾ ഇതായി ഇങ്ങനെ രണ്ട് ആടിനൊക്കെ നമ്മളിതിൽ സെറ്റ് ചെയ്തു കണ്ടില്ലേ. ഇനി ഇതാ ഡ്രോ സ്ട്രിങ് കണ്ടോ, ഇത്രയുണ്ട്. ഈ ഡ്രോ സ്ട്രിങ്ങിന് വലിക്കുക കണ്ടോ. നല്ലൊരു ആഡിയൻ പൗച്ച് റെഡിയല്ലേ. നമ്മുടെ വാലന്റൈൻസിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പൗച്ച് കണ്ടോ, അടിപൊളിയല്ലേ. നമുക്കിതിൽ നമ്മുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. അത്യാവശ്യം മേക്കപ്പ് കിറ്റ് സാധനങ്ങളും എല്ലാം വയ്ക്കാനും എല്ലാം പറ്റിയ ഒരു പൗച്ചാണ്. പിന്നെ കീയ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്കിതിൽ സൂക്ഷിക്കാം. കണ്ടില്ലേ, കുട്ടികൾക്കൊക്കെ അവരുടെ പെൻസിൽ, റബ്ബർ, ഇവയൊക്കെ സാധനങ്ങളും എല്ലാം സൂക്ഷിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പൗച്ച്. ഇഷ്ടമായില്ലേ? എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. പിന്നെ മിൽക്കോട്ട യാൺസ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതുണ്ടാക്കി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.